ഹലോ, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ ഞാനും ഏട്ടനും കൂടി ഇപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അണ്ണമ്മ തോമസിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഏട്ടൻ അവിടെ എന്തോ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് നോക്കുവാന്ന്, മുഖം തരുന്നില്ല. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ഏട്ടനൊന്ന് നോക്കിച്ചു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് പോയതാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെയാണ്. ഞാൻ 6 വർഷം മുന്നേ വരുമ്പോഴും ഇവരിവിടെ ഈ സാധനം, ഈ കടല, നിലക്കടലില്ലേ, അതിൻ്റെ ആ തൊണ്ടോടും കൂടിയുള്ളത് പുഴുങ്ങിയിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവരത് ചെയ്യുന്നുണ്ട്. ഒരു ഇതിൽ 30 രൂപയാണ്. 30 രൂപക്കാണ് ഞങ്ങൾ വാങ്ങിയത്. 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് 60 രൂപക്ക്. പിന്നെ ഏട്ടൻ ഞങ്ങളെ 6 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളെ നല്ല പരിചയം ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ മുന്നോട്ട് നീങ്ങി. ഏകദേശം രാത്രി സന്ധ്യയോടെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിന്നെ റോഡൊക്കെ നല്ല റഷാണ്. എല്ലാവരും വീട്ടിലെത്തിച്ചേരല്ലേ. അതങ്ങനെയാണല്ലേ, പക്ഷികളായാലും മൃഗങ്ങളായാലും മനുഷ്യന്മാരായാലും രാത്രിയാകുമ്പോൾ കൂടണയും അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് അവരവരെ വാസസ്ഥലത്തേക്ക് പോകാനല്ലേ തിരക്ക് കൂട്ടലാണ്. തിക്കും തിരക്കൊക്കെയാണ് കേട്ടോ. അവരൊക്കെ ഉരുട്ടി കൊണ്ടുപോകുകയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ മെല്ലെ മുന്നോട്ട് നടന്നു. എന്താ പറയുക, ഈ തിരക്കിനടക്ക് ആൾക്കാർ നോക്കുന്നു ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോഴേ. പിന്നെ എന്നാലും ഇതൊക്കെ ഒന്ന് കാണിക്കണം, ഈ ഏരിയ ഒക്കെ കാണിക്കണം എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇതിനിടയിൽ ഞാൻ വന്നപ്പോൾ ഭയങ്കര ടയർഡ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സീതാപ്പഴം കഴിച്ചിട്ട് എനിക്ക് ലൂസ് മോഷൻ ആയിപ്പോയി, നന്നായിട്ട് ലൂസ് മോഷൻ ആയിപ്പോയെന്ന്. അങ്ങനെ ഏട്ടനും ഞാനും കൂടി കടല ഒരു പാഴ്സൽ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ 30 രൂപേൻ്റെ മറ്റൊരു പാഴ്സൽ തിന്നുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതെന്ന്. ഏട്ടനും ഞാനും കൂടി ഇങ്ങനെ കടിച്ച് തിന്നുകൊണ്ട് ഏട്ടൻ പറയുന്നുണ്ട്, എവിടെയെങ്കിലും നമുക്ക് തിന്നിട്ട് പോകില്ലെങ്കിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ. അതുപോലെ ഇത് കടിച്ച് ഇതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളത്തെ നിലക്കടല എടുക്കണം. ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. പക്ഷേ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ത് റിസ്ക് ഞാൻ എടുക്കും. ഓക്കെ, അങ്ങനെ നടന്ന് സ്റ്റോപ്പിലേക്കാണ് നടക്കുന്നത്. ഇരുട്ടാവാൻ തുടങ്ങി. ശരിക്കും പെട്ടെന്ന് ഇരുട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ പകല് കുറവാണോ രാത്രി കൂടുതലാണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നല്ലേ ഈ ഒരു സമയത്ത്. പിന്നെ ഞാൻ ഏട്ടനെക്കാട്ട് മുന്നേ നടന്നിട്ടുണ്ട്. ഏട്ടൻ അവിടെ എന്തോ നോക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇവിടത്തേക്ക് നടന്നെത്തുമ്പോഴേക്ക് നന്നായിട്ട് ഇരുട്ടായി. പിന്നെ എന്താ പറയുക, ഇവിടെ അങ്ങനെ ഇരുട്ടിന് നിൽക്കുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര നോട്ടമായിരിക്കും. ഇപ്പോൾ ഒരു സ്ത്രീയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു നോട്ടമായിരിക്കും അല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആരെയും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ എവിടെ പോയാലും എന്തെങ്കിലും കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. വരാനുള്ളത് വഴിയത്തെങ്കിലും അറിയില്ല. അതുപോലെയാണ് ഇവിടെ എല്ലാവരും നല്ല മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. അറ്റ്മോസ്ഫിയറൊക്കെ സൂപ്പറാണ്. ഇത് സെൻറ്റ് ജോൺസിൻ്റെ ആ ബസ് സ്റ്റോപ്പാണ്. ഓരോ ബസ്സുകൾ വരുന്നത്. ഞങ്ങളെ ബസ് വരാണ്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കണം. നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എന്താ പറയുക, നെയ്ച്ചോറും അതുപോലെ തന്നെ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് പഠിക്കാനില്ല ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ. പിന്നെ ഹോട്ടലിൽ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ടില്ലായിരുന്നു. മസാല ദോശ അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ. അതുകൊണ്ട് പിന്നെ രാത്രി വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണുള്ളത്. ഞാൻ ബസ്സിൽ കയറി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ബസ് തന്നെയാണ്. ഞങ്ങൾ ഷോപ്പിലേക്ക് ചായ കുടിക്കേണ്ടി വരുന്ന കണ്ടക്ടറും ഡ്രൈവറൊക്കെയാണ്. പിന്നെ സീറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. എന്നിട്ട് കണ്ടക്ടർ ഭയങ്കര റഷായിരുന്നു. എന്നിട്ടും കണ്ടക്ടർ ഒരു ചെറിയൊരു ഇരിക്കാൻ ഇടം കിട്ടിയപ്പോഴേ എന്നെ വിളിച്ചിട്ട്, മാഡം ഇവിടെ ഇരിക്കുന്നിട്ട് തന്നെ ഈ എൻജിൻ പോലുള്ള ഒരു സംഭവത്തിന് മുകളിൽ കയറ്റിയിരുത്തിയിരുന്നു. അവിടെ നിന്നിട്ട് നല്ല ഫോക്കസ് ഉണ്ട് മുന്നോട്ട്. പക്ഷെ ഭയങ്കര റഷാണ്. റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, അത്രയും റഷാണ്. ബസ്സിലെ ഈ തിരക്കും അതുപോലെ തന്നെ അപ്പോഴപ്പോഴുള്ള ബ്രേക്ക് ഓടുന്നൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.